ഇറ്റ്സ് മൈ നെസ്റ്റ്. ഞാൻ നിഷ. ഇന്ന് നമുക്ക് ഒരു എഴുത്തുകാരിയെ പരിചയപ്പെടാം. വരൂ, നമുക്ക് അവരെ കാണാം. നമ്മളിന്ന് തൃശ്ശൂർ ജില്ലയിലെ കുട്ടഞ്ചേരി എന്ന സ്ഥലത്താണ്. എഴുത്തുകാരി ശ്രീദേവി സുനിലിനെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഹായ്, എന്താണ് വിശേഷം? ഇതാണ് നമ്മുടെ എഴുത്തുകാരി ശ്രീദേവി സുനിൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. കുട്ടികൾ എന്ത് ചെയ്യും? കുട്ടികള് 2 കുട്ടികളാണ്, പഠിക്കുകയാണ്. ഒരാള് ഫിസിക്സ് പഠിക്കണം, ഇപ്പോൾ എഴുത്തൊക്കെ നന്നായി പോണു? കുഴപ്പമില്ല. ഞങ്ങളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ശ്രീദേവിയുടെ പുതിയ കഥാസമാഹാരമായ അലങ്കാരങ്ങൾക്കപ്പുറം, അതിനൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എൻ്റെ ഈ പുസ്തകം അലങ്കാരങ്ങൾക്കപ്പുറം നിങ്ങൾക്ക് ഇതൊരു സമ്മാനമായിട്ടിതാ. ഓ, താങ്ക് യു, വളരെ സന്തോഷം. അപ്പോൾ ഇതാണ് നമ്മുടെ എഴുത്തുകാരി ശ്രീദേവി സുനിൽ. അപ്പോൾ നമുക്ക് ആളുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്ന് പരിചയപ്പെടാം. തീർച്ചയായും. സ്വന്തം നാട് ഇവിടെ തന്നെയാണോ അതോ? അല്ല, സ്വന്തം നാട് ഇവിടെയല്ല. എൻ്റെ നാട് വടക്കഞ്ചേരി കരിമത്ര എന്ന് പറയും, അവിടെയാണ് എൻ്റെ നാട്. ഇപ്പം ഞാൻ ഇവിടെ താമസിക്കുന്നത് കുട്ടഞ്ചേരി എന്ന സ്ഥലത്താണ്. എൻ്റെ ഫാമിലി ഇവിടെയാണ്. ആരൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ? വീട്ടിൽ മക്കളുണ്ട്, ഹസ്ബൻഡുണ്ട്, ഹസ്ബൻഡിൻ്റെ അമ്മ ഉണ്ട്. ഒരു സമൃദ്ധിയായിട്ടുള്ളൊരു ഫാമിലി ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ശരി. അപ്പോൾ ഈ എഴുത്തിലേക്ക് വരാൻ എങ്ങനെയാ, ചെറുപ്പം മുതലുണ്ടോ അതോ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ ഈ എഴുത്തിലേക്ക് വന്നത്? അല്ല, ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10ൽ പഠിക്കുന്ന കാലം തൊട്ടിട്ട് എഴുതാനുള്ള ആഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ എൻ്റെ വായനകൾ എൻ്റെ വീട്ടിൽ അമ്മ പിന്നെ എൻ്റെ ബ്രദർ അവരൊക്കെയായിരുന്നു വായിച്ചിരുന്നത്. നല്ല സപ്പോർട്ട് തന്നിരുന്നത് അവരാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കതൊന്നും പുറത്ത് പറയാനോ അതൊക്കെ ഭയങ്കര ഒരു വിഷമമായിരുന്നു. അങ്ങനെ മടിയായിരുന്നു. അതിനുശേഷം പിന്നെ അന്ന് പഠിക്കുന്ന കാലത്തൊക്കെ കുറേ നോട്ട്ബുക്കുകളിൽ എഴുതി വെക്കുക, അതൊരു ശീലമായിരുന്നു. പിന്നീട് ഒരിടയ്ക്ക് വിവാഹമൊക്കെ കഴിഞ്ഞു, എഴുത്ത് കംപ്ലീറ്റ് നിർത്തിയൊരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു ബ്രേക്കിന് ശേഷം പിന്നെ ഒരു വല്ലാത്തൊരു താല്പര്യം തോന്നി, വീണ്ടും എഴുതി തുടങ്ങി. അപ്പോൾ ചേച്ചിയുടെ സ്കൂൾ പഠനം അതുപോലെ കോളേജ് അതിനൊക്കെ പറ്റി ഒന്ന് അറിയാൻ താല്പര്യം? തീർച്ചയായും പറയാം. എൻ്റെ സ്കൂൾ പഠനകാലം എന്ന് പറഞ്ഞാൽ പുന്നമ്പറമ്പ് സ്കൂൾ, ഒന്ന് തൊട്ട് ഞാൻ +2 വരെ പഠിച്ചത് GHS മച്ചാട് അവിടെയാണ്. അത് കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 വർഷത്തെ ഡിഗ്രി കാലഘട്ടം അത് പഠിച്ചത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മോഹം സാധിച്ച പോലെ തന്നെയാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു സ്വപ്നം നിറവേറിയത്. കാരണം അന്ന് മാതൃഭൂമിയുടെ ഒരു പേജ് ഉണ്ടായിരുന്നു. ആ പേജിൽ ആദ്യമായിട്ട് ഞാൻ എഴുതിയിട്ടുള്ളൊരു കവിത വന്നു. അതിനുശേഷമാണ് സ്കൂൾ മാഗസീനിൽ അങ്ങനെയൊക്കെ എഴുതാനുള്ളൊരു ആഗ്രഹവും ധൈര്യം ഒക്കെ വന്നത്. അപ്പോൾ ഈ കോളേജ് പഠനത്തിന് ശേഷമുള്ള സാഹിത്യയാത്രകളൊക്കെ എങ്ങനെയായിരുന്നു? കോളേജ് പഠനത്തിന് ശേഷം പിന്നെ മാരേജ് ആയിരുന്നു. അതിനുശേഷം ഒരു കുറച്ച് കാലം ഗുജറാത്ത് അവിടെയായിരുന്നു ഹസ്ബൻഡിന് വർക്ക് ഉണ്ടായിരുന്നു. അന്ന് അങ്ങോട്ട് പോയി. അവിടെ വെച്ച് എഴുതി എല്ലാം ഒരു പുസ്തകത്തിലാക്കി സൂക്ഷിക്കുമായിരുന്നു. അത് കഴിഞ്ഞു നാട്ടിലേക്ക് പോന്നു. പിന്നെ മക്കളുടെ ജനനം, പിന്നെ അങ്ങനെയായിട്ട് ഫുള്ള് വിട്ടതായിരുന്നു എഴുത്ത് ജീവിതം എന്നുള്ളത്. പിന്നീട് ഒരു വലിയ ബ്രേക്ക് തന്നെയായിരുന്നു. ഏകദേശം ഒരു 3-4 വർഷത്തോളം എഴുതാൻ ഒന്നും മനസ്സിൽ വരാത്തൊരവസ്ഥയായിരുന്നു, എഴുതാറില്ല. പിന്നീട് അതിന് ശേഷമാണ് എഴുതണം എന്നുള്ളൊരു സാഹിത്യ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ വന്നു ചേർന്നൊരവസ്ഥ, വാട്സപ്പ് കൂട്ടായ്മകൾ അതൊക്കെ വന്നപ്പോഴാണ് എഴുതണം എന്നുള്ള മോഹം വീണ്ടും സജീവം. വാട്സപ്പ് ഗ്രൂപ്പിലാണ് അത് ഡെവലപ്പ് ചെയ്തത്. അതെ, അതാണ്. അപ്പോൾ ഇതാണ് ശ്രീദേവി സുനിലിൻ്റെ അലങ്കാരങ്ങൾക്കപ്പുറം എന്നുള്ള ഒരു ചെറുകഥ ബുക്കാണ്. ഇതിൽ 16 വ്യത്യസ്തങ്ങളായ കഥകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കാവ്യസാഹിതി ബുക്സാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുക്ക്. ഈ ഒരു ബുക്ക് എഴുതാനുണ്ടായൊരു പ്രചോദനം അല്ലെങ്കിൽ ഇതിനുണ്ടായൊരു സാഹചര്യം എന്തായിരുന്നു? അപ്പോൾ ഇതങ്ങനെയൊക്കെ എഴുതി വെച്ചിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതൊന്ന് ഈ ഒരു ബുക്കിലേക്ക് എത്താനുള്ളൊരു ഇതിന് പ്രധാനമായും സഹായിച്ചത് മലയാള കാവ്യസാഹിത്യം എന്നുള്ളൊരു വാട്സപ്പ് കൂട്ടായ്മ തന്നെയാണ്. ആ ഗ്രൂപ്പിലെത്തിയതിന് ശേഷം അവർക്ക് ഇത് പബ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അവരാണ് പറഞ്ഞത് നമ്മൾക്ക് ഇങ്ങനെ നോക്കാമല്ലോ എന്ന്. അപ്പോൾ എൻ്റെ ഒരു വലിയ മോഹമായിരുന്നു. എൻ്റെ വീട്ടുകാർ ഒരുപാട് കാലമായിട്ട് എന്നോട് പറയാനൊരു കാര്യമായിരുന്നു, ഒരു പുസ്തകമെങ്കിലും നമ്മൾ എഴുതി എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ അക്ഷരങ്ങളിലൂടെയെങ്കിലും മറ്റുള്ളവരുടെ മനസ്സിലെങ്കിലും നമ്മൾ ജീവിക്കണം, അല്ലെങ്കിൽ നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒന്ന് ഇവിടെ വെച്ച് പോകണം എന്നുള്ളൊരാഗ്രഹം. അത് എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് ബ്രദറാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും മക്കളാണെങ്കിലും എപ്പോഴും പറഞ്ഞ് അതൊരാഗ്രഹമായിട്ട് അങ്ങനെ മനസ്സിൽ തോന്നി. അപ്പോൾ ഇവരുടെ സപ്പോർട്ട് കൂടി കിട്ടിയപ്പോൾ
നമ്മൾ കഥകൾ സെലക്ട് ചെയ്ത് അയച്ചു. അങ്ങനെ അവരുടെ കൂടി സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ പുസ്തകം ഇറക്കിയിട്ടുള്ളത്. ഫാമിലി മൊത്തം ഇതിന് സപ്പോർട്ടാണ് ഈ എഴുത്തിന്റെ ലോകത്ത്. അതെ അതെ. അപ്പൊ ഈ ഇതിപ്പോ ഒരു കഥാസമാഹാരമാണല്ലോ, ഈ കഥകളോടാണോ താല്പര്യം കൂടുതൽ അതോ കവിതയോടാണോ? അങ്ങനെ കവിതാ സമാഹാരമായിട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഇല്ല, കവിതാ സമാഹാരമില്ലേ, എഴുതാൻ എല്ലാം ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ കഥയും എഴുതിയിട്ടുണ്ട്, കവിതയും എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ചെറിയ ചെറിയ കുറിപ്പുകൾ അങ്ങനെയൊക്കെ എഴുതാൻ ഇഷ്ടമാണ്. ഒരു വായനാക്കുറിപ്പുകൾ. ഒരു എഴുത്തിനെ ഒരു മേഖലയിലായിട്ട് തളച്ചിട്ടിട്ടില്ല, എല്ലാം എഴുതാൻ ഇഷ്ടമാണ്. പക്ഷേ കവിതാ സമാഹാരം ആഗ്രഹമുണ്ട്, എന്നൊക്കെ അത് നടക്കുക എന്നൊന്നും അറിയില്ല. ഇപ്പം തൽക്കാലം ഇതിലായിട്ട് അങ്ങനെ ഒന്ന് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ശ്രീമതി ശ്രീദേവി സുനിൽ എഴുതിയ അലങ്കാരങ്ങൾക്കപ്പുറം എന്ന ബുക്ക്. ഇത് പ്രിയപ്പെട്ടവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇറ്റ്സ് മൈ നെസ്റ്റു ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി, നമ്മൾ എത്തിച്ചു തരും. അപ്പോൾ താങ്ക് യു ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ചതിന്. അപ്പോൾ ഈ കഥാസമാഹാരത്തിൻ്റെ പോലെ അടുത്ത ഒരു കവിതാ സമാഹാരം വേഗം ഇറക്കിയിട്ട് ഞങ്ങൾക്ക് വീണ്ടും വന്ന് കണ്ടുമുട്ടാം. ഓക്കെ താങ്ക് യു.